മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ MK തോമസ്, വാപ്സി അതായത് വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇതുവഴി സംസാരിക്കുന്നത്. ഇന്ന് 5 മണിക്ക് നടത്താനിരുന്ന ഒരു ലൈവ് സ്ട്രീമിംഗ് അത് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. കൂടാതെ അടുത്ത ദിവസം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ ആരംഭിക്കാൻ പോകുന്ന പോസ്റ്റ് BSc MSc 1ാം വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ വ്യാജമായിട്ട് ക്ലാസ്സിൽ കയറാതെയാണ് പഠിച്ചിട്ട് വരുന്നതെങ്കിൽ ദയവായിട്ട് വിട്ടു നിൽക്കുക. അതിൻ്റെ വിശദാംശങ്ങളും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. പണവും ഭാവിയും നിങ്ങളുടെയാണ്, എൻ്റെ അല്ല, എൻ്റെയോ സംഘടനയുടെ അല്ല. ഇത് നിയമവിരുദ്ധമായി നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു കാര്യം ഓർക്കുക, സത്യത്തിൻ്റെ തെളിവുകൾ ഈശ്വരൻ്റെ അദൃശ്യമായ കരങ്ങളിൽ എപ്പോഴും അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്നാണെങ്കിലും പുറത്തു വരും. നിങ്ങൾ ഇവിടുന്ന് അഡ്മിഷൻ എടുത്ത് വേറെ സ്ഥലം, എവിടെ വിദൂര സ്ഥലങ്ങളിൽ വിവിധ ആശുപത്രിയിൽ ഇന്ത്യയിലോ പുറത്തോ ഒക്കെ ജോലി ചെയ്യുന്ന അതിൻ്റെ എല്ലാ രേഖകൾ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും സുരക്ഷിതമാണ്. അതൊന്നും ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ഇന്ന് ചെയ്യാവുന്നത് ഈ തട്ടിക്കൂട്ട് മാനേജ്മെൻറ്റുകൾക്ക് ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലുള്ള കുറേ രേഖകൾ തിരുത്താൻ പറ്റും. അതിനപ്പുറം ഒരുപാട് നിങ്ങളെ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ വിശ്വസിക്കുക. ഒരിക്കൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ വ്യാജ നേഴ്സിംഗ് പഠനം. അത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം കർണാടകയിലെ നേഴ്സിംഗ് സ്കൂളുകൾ, GNM പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ ക്ലാസ്സുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കുന്നു, കർണാടക കൊണ്ട് പരീക്ഷ ചെയ്യുന്നു. ഇങ്ങനെ വ്യാജമായി GNM പഠിച്ചിട്ട് വരുന്നവരാണ് പിന്നീട് ഈ പോസ്റ്റ് BSc ഇതുപോലെ പഠിക്കുന്ന ക്ലാസ്സിൽ കയറാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്നു. കർണാടക സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ പ്രക്രിയ തന്നെയാണ്, ഇതേ മാർഗത്തിലൂടെ വ്യാജമായിട്ട് തന്നെയാണ് MSc പഠിച്ചിട്ടും ഇവരെല്ലാവരും കൂടെ പുറത്തു വന്ന് നിങ്ങളെല്ലാവരും നാളത്തെ തലമുറയെ പഠിപ്പിക്കാൻ പോലും അധ്യാപകരായിട്ട് വിവിധ കോളേജുകളിൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നു. അനവധി ആയിരങ്ങളാണ് മുൻകാലങ്ങളിൽ ഈ വ്യാജമാർഗത്തിലൂടെ ഈ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്ത് ഈ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തും സമൂഹത്തെ വഞ്ചിച്ചും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് രേഖകൾ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, മുമ്പോട്ട് പോവുക. പരീക്ഷ 12ാം തീയതിക്ക് ശേഷം തുടങ്ങുന്നു. 1ാം വർഷ പരീക്ഷ എഴുതുന്നവർ ഇങ്ങനെ വ്യാജമായിട്ട് ക്ലാസ്സിൽ കയറാതെ പ്രാക്ടിക്കൽ പങ്കെടുക്കാതെ പരീക്ഷ എഴുതാൻ വരികയാണെങ്കിൽ ദയവായിട്ട് വിട്ടു നിൽക്കുക. അത് നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ല പ്രയോജനം ചെയ്യും എന്ന് മാത്രം ഞാൻ പറയുന്നു. ഇനിയും കുറേ സംഘടന തന്നെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ പുതിയ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഏതെല്ലാം കോളേജിൻ്റെ പേരിൽ ഏതെല്ലാം കുട്ടികളുടെ പേരിലും പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാമെന്നാണ് പറഞ്ഞത്. അതിലൊന്നും വലിയ കാര്യമില്ല. 1ാം വർഷം എഴുതുന്ന പിള്ളേർ കുറ്റകൃത്യങ്ങളിലേക്ക് പരീക്ഷ എഴുതിയാൽ മാത്രമേ ആ കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ആയതുകൊണ്ട് അവരും പരീക്ഷ എഴുതി കുറ്റകൃത്യങ്ങളിലേക്ക് പങ്കെടുക്കട്ടെ. ഇത് നിങ്ങൾ ഓർക്കുക, ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ കയറാതെ വ്യാജമായിട്ടാണ് പഠിച്ചു വരുന്നതെങ്കിൽ ദയവായിട്ട് വിട്ടു നിൽക്കാനായിട്ട് ഞാൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നീടുള്ള വീഡിയോയിൽ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഏതൊക്കെ കോളേജിൻ്റെ പേരിലാണ്, ഏതൊക്കെ വിദ്യാർത്ഥികളുടെ പേരിലാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. തൽക്കാലം ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.